നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ഹി ക്യാൻ ബ്രിങ് ഗുഡ് ഔട്ട് ഓഫ് വാട്ട് സീംസ് ലൈക്ക് എ ബാഡ് സിറ്റുവേഷൻ. മോശം അവസ്ഥയിൽ നിന്നും നന്മ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ നാം കടന്നു പോയിട്ടുള്ള എല്ലാ മോശം അവസ്ഥകളിൽ നിന്നും, അനുഭവിച്ച എല്ലാ ദുരിതങ്ങളിൽ നിന്നും, ഇപ്പോഴുള്ള എല്ലാ പ്രതിസന്ധികളുടെയും നെടുവീർപ്പിൻ്റെയും നടുവിൽ നിന്നും നമുക്ക് ഗുണമായിട്ടുള്ള നന്മ കൊണ്ടുവരുവാൻ ദൈവത്തിന് സാധ്യമാണ്. തിരുവചനം പറയുന്നു, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇൻ ഓൾ തിങ്സ് അഥവാ എല്ലാ കാര്യങ്ങളിലും എന്ന് വെച്ചാൽ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ദുരിതങ്ങൾ, പ്രതിസന്ധികൾ, താഴ്ചകൾ, രോഗങ്ങൾ, പീഡനങ്ങൾ, തള്ളിക്കളയലുകൾ, ഇങ്ങനെ നാം ഓർക്കുവാൻ പോലും ഇഷ്ടപ്പെടാത്ത മോശം അവസ്ഥകൾ കൂടുതൽ നമ്മെ തളർത്തുമെന്നോ കൂടുതൽ മോശാവസ്ഥയിൽ കൊണ്ടെത്തിക്കുമെന്നോ അല്ല. പകരം ഇവയിൽ നിന്നും നന്മയുടെ ഒരു വ്യാപാരം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെന്നാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കണമെങ്കിൽ 2 യോഗ്യതകൾ അതിനുണ്ട്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് നന്മയുടെ വ്യാപാരമുണ്ടാകുന്നത്. നാം ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ അവിടുന്ന് നമ്മുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാം. 2, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നന്മയുടെ വ്യാപാരമുണ്ടാകുന്നു. ദൈവവിളി നമുക്കുണ്ടാകുന്നത് ദൈവത്തെ അനുഗമിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ നാം ദൈവത്തെ സ്നേഹിക്കുന്നതിനോടൊപ്പം ദൈവത്തെ അനുഗമിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നമ്മെ അനുഗമിക്കുന്നത് ദൈവത്തിൻ്റെ നന്മയായിരിക്കും. തിരുവചനം പറയുന്നു, 23-ാം സങ്കീർത്തനം 6-ാം വാക്യം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. യഥാർത്ഥത്തിൽ ദൈവം നമുക്ക് തരുന്ന ആത്യന്തികമായ നന്മ എന്നത് ഈ ലോകത്തിലെ സുഖമോ ലൗകിക വിജയമോ അല്ല. നമ്മിലൂടെ അവിടുത്തെ ഉദ്ദേശ്യത്തിൻ്റെ പൂർത്തീകരണമാണ്. അത് സംഭവിക്കുമ്പോൾ നമുക്ക് നന്മയുണ്ടാകുന്നതിനോടൊപ്പം ദൈവനാമം മഹിമപ്പെടുകയും ചെയ്യുന്നു. തിരുവചനം ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരോടുമായി പറയുന്നു, യെശയ്യാവിൻ്റെ പുസ്തകം 46-ാം അധ്യായം 10-ാം വാക്യം, ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കുമെന്ന് ഞാൻ പറയുന്നു. ഹാവ് എ ബ്ലെസ്സഡ്